നമസ്കാരം. ഹോസ്പിറ്റൽ ആൻഡ് ട്രാവൽ വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓരോ ഹോസ്പിറ്റലിനും ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ പ്രവർത്തന ശൈലിയുണ്ട്. നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ മാത്രമാകാം നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത് പോലും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതായിരിക്കുകയില്ല. കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകും. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവർത്തന ശൈലികളെക്കുറിച്ചും വ്യക്തമായും കൃത്യമായും അറിയാവുന്നതും നമുക്ക് പറഞ്ഞു തരുന്നതുമായ ഒരു സഹായിയാണ് ഞങ്ങളിന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ചെല്ലുന്നത് ഇടത് സൈഡ്, നമ്മൾ മെയിൻ ഗേറ്റിൽ കൂടെ കയറുമ്പോൾ ഇടത് സൈഡിലേക്ക് പോകുന്നത് നേരെ കാഷ്വാലിറ്റിയിലേക്കും, നേരെ തന്നെ പോകുമ്പോൾ OP കൗണ്ടറാണ് ആദ്യം കാണുന്നത്. നമുക്ക് മോർണിംഗിൽ OP ചീട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള OP കൗണ്ടറാണ്. ആ ദിവസങ്ങൾ അനുസരിച്ച് ഗ്യാസ്ട്രോ OP ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, സർജറി OP ഉണ്ട്, ഗ്യാസ്ട്രോ സർജറി ഉണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഗ്യാസ്ട്രോ സർജറി ഉള്ളത്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഗ്യാസ്ട്രോ OP എന്നുമുണ്ട്. ഗ്യാസ്ട്രോസ് ഡോക്ടേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. അതുപോലെ സർജറി OPകളിൽ എല്ലാ ദിവസവും സർജറി OP ഉണ്ട്. ഓരോ ദിവസവും ഓരോ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സർജറിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൾമനോളജി എല്ലാം നമുക്ക് താഴത്തെ ഫ്ലോറിലാണ് ഉള്ളത്. OP ചീട്ടെടുക്കുന്നതിൻ്റെ അവിടെയുള്ള താഴത്തെ ഫ്ലോറിലാണ് നമുക്ക് ഈ പറഞ്ഞ OPs എല്ലാം ഉള്ളത്. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറുവാണെങ്കിൽ ഫിസിഷ്യന്മാരുടേതുണ്ട്. മൂന്നാം നിലയിൽ ഓഫ്താലിൻ്റെ OPs ഉണ്ട്. അതിൽ നമുക്ക് കണ്ണിൻ്റെ വരുന്ന ന്യൂറോ സർജറി വിഭാഗത്തിൽ നമുക്ക് കേരളത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തുമാണ് ന്യൂറോ സർജറിയിൽ സ്പെഷ്യാലിറ്റി ചെയ്യുന്നത്. നമുക്കിവിടെ കോട്ടയത്ത് അവൈലബിൾ ആണ്. ഇവിടെ വേറെ കേരളത്തിൽ പിന്നെ തിരുവനന്തപുരത്തുമാണ്. ഇത്രയും അധികം സാങ്കേതിക വിദ്യകൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ അവൈലബിൾ ആണ്. ഇത് പലർക്കും അറിവുണ്ടാകുന്നതല്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നതുമുണ്ട്. അല്ലെങ്കിൽ ഈ പെയിൻ കൗണ്ടറുമായിട്ട് നീതിയുമായിട്ടും ചില കേസിൽ അവിടെ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ അവരോട് ചോദിച്ചാൽ ഇൻഷുറൻസിൽ നമുക്കത് അവർ കളക്ട് ചെയ്ത് ഇന്ന സമയത്ത് വരുമെന്ന് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാനും സാധിക്കുന്നതാണ്. ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻസിന് ആ ഇൻഷുറൻസ് ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ആരോഗ്യ കാർഡ് വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉള്ള മെഡിസിൻ അവൈലബിൾ ആണെങ്കിൽ അത് അവിടുന്ന് വാങ്ങണം. അതില്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് നോട്ട് അവൈലബിൾ എന്നുള്ള സീല് വാങ്ങിക്കണം. അതിനുശേഷം അത് ന്യായവില മെഡിക്കൽ ഷോപ്പിലേക്ക് കൊടുക്കണം. ന്യായവില മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടെങ്കിൽ അത് അവിടുന്ന് കിട്ടും. അത് അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ആ സീല് തന്നെ അവർ വെച്ച് തരും. ആ സീല് വെച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷം DCH നീതി മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. അവിടുന്ന് നമ്മൾ അവിടെ ചെന്നത് അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് അത് വാങ്ങിക്കാം. അതല്ലെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇൻഷുറൻസ് കേസ് പുറത്തുനിന്ന് വാങ്ങേണ്ട വരുള്ളൂ. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് നഷ്ടപ്പെടുന്നുള്ളൂ. ഇൻ കേസ് ചില കേസിൽ അത് ബില്ല് വെച്ച് അവിടുന്ന് ക്ലെയിം കിട്ടാനും ചാൻസ് ഉണ്ട്. അത് നമ്മുടെ സൂപ്രണ്ട് ഓഫീസുമായിട്ട് പേഷ്യൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ന്യായവില മെഡിക്കൽ ഷോപ്പിൻ്റെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലേക്ക് കയറി സ്റ്റെപ്പ് കയറുമ്പോഴാണ് നമ്മുടെ സൂപ്രണ്ട് ഓഫീസ്. അതുപോലെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ, ബില്ലിങ്, അങ്ങനെയുള്ള എന്ത് ഡൗട്ടുകളും ഉള്ളത് അവിടെ കയറി ചെല്ലുമ്പോൾ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ സൂപ്രണ്ട് ഓഫീസ്, അതിന് ഇപ്പുറത്തെ ആ സൈഡിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ കേസിലെല്ലാം ഉള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കൗണ്ടർ കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ ഉണ്ട്. അതിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഓരോ വാർഡുകളായി 1, 2 അങ്ങനെയുള്ള ഓരോ വാർഡുകളും അങ്ങോട്ട് കയറി പോകുന്നു. അവിടെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ അവരുടെ ഹെൽപ്പോട് കൂടി നമുക്ക് അകത്തേക്ക് കയറാനും കൃത്യമായി അവരതിന് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്നതുമാണ്. അതിനുശേഷം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ ഈ ന്യായവില മെഡിക്കൽ ഷോപ്പിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഓൺകോളജി വാർഡാണ് നമുക്ക് അവിടെയുള്ള. ഓൺകോളജി ഡോക്ടേഴ്സ്, ഓൺകോളജി മെഡിസിൻസും ഇതാണ് നമ്മുടെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസവും അവിടെയുണ്ട് ഓൺകോളജി, റേഡിയോളജി ഡോക്ടർമാരും എല്ലാം നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്, അവിടെ ഉണ്ട്. അതുപോലെ ഓൺകോളജി മെഡിസിൻസിന് നമുക്ക് ഈ പെയിൻ കൗണ്ടറിൽ അവർ സെപ്പറേറ്റ് കൗണ്ടർ തന്നെ അവിടെ ഉണ്ട്. അത് നമുക്ക് കിട്ടുന്നതാണ്. എത്രയും പെട്ടെന്ന് ഓൺകോളജിയിലുള്ള ആൾക്കാർക്ക് ആ സേവനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല ക്രിട്ടിക്കൽ കെയറിൽ വരുന്ന മെഡിസിൻസ് ഇന്ന് മെഡിക്കൽ കോളേജിൽ അവൈലബിൾ അല്ലാഴികയുണ്ടെങ്കിലോ എന്തെങ്കിലും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടതുണ്ടെങ്കിൽ നമുക്ക് മാബുകളാണ് വരുന്നത്. പലർക്കും അറിവില്ല.
ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി. അങ്ങനെയുള്ള ഓൺകോളജിയാണ് അത് വരുന്നത്. അങ്ങനെയുള്ള മാബുകൾ ഏത് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്ത് പുവർ പേഷ്യൻസിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് ചില കേസിൽ ചില സാധനം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പേഷ്യൻസിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും പുവർ പേഷ്യൻസ് എന്നുള്ള ഒരു രീതി വെച്ചിട്ട് അവർ സർട്ടിഫൈ ചെയ്തും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനായിട്ട് തന്നെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ജെന്യുവൻ കേസുകളിൽ നമ്മളത് ഫ്രീ ആയിട്ട് തന്നെ ചില ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചില മെഡിസിൻസ് ആൽബുമിൻ, IVIG അങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ട് വരുന്ന മെഡിസിൻസും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വില കുറച്ച്, അവർക്ക് ഏത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും വില കുറച്ച് ക്വാളിറ്റിയുള്ള കമ്പനിയുടെ സാധനം നമുക്ക് ഇവിടെ മെഡിക്കൽ കോളേജിൽ അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.